ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഇതുപോലെ ചെയ്താൽ കുറച്ച് ക്യാബേജ് കൊണ്ട് കൂടുതൽ തോരൻ ഉണ്ടാക്കാൻ പറ്റും. ക്യാബേജ് തോരനില്ലാത്ത ഒരു സദ്യ തന്നെ ഉണ്ടാവില്ല. ഓണത്തിനൊക്കെ നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കളയണ്ട. ഇങ്ങനെ ചെയ്യുമ്പോൾ വേഗം തന്നെ പണി കഴിയും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ തോന്നും. ഞാനിപ്പം ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ തോരൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗം ഇതുപോലെ മുറിച്ചെടുക്കാം. കുറച്ചുകൂടി മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ക്യാബേജ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡിൽ നിന്നും വളരെ നൈസായിട്ട് ഇതുപോലെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് കനമൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള ക്യാബേജ് നമുക്കൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി തോരന് വേണ്ട പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ ഒരു സവാള എടുക്കുന്നുണ്ട്. കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്ത് വയ്ക്കാം. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. തേങ്ങ എത്രയോ എടുക്കണോ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ചെറുകി എടുത്തിട്ടുണ്ട്. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളകും ചെറുതായിട്ട് അരിയാം. അതുപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമ്മുടെ അരിഞ്ഞു വെച്ച ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും തേങ്ങയും മുളകും ഉള്ളിയും വേപ്പിലയും അതുപോലെ നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടിയും കുരുമുളകും ജീരകവും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. തോരനുണ്ടാക്കാനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. പതിയെ വേവിച്ചെടുത്താൽ മതിയേ, അല്ലെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് തുറന്നു വെച്ച് വേവിച്ചാൽ മതിയേ, അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരുപാട് വേവിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ക്യാബേജൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വയ്ക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തോരൻ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികളൊക്കെ നല്ലപോലെ കഴിച്ചോളും. ക്യാബേജ് ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വിറ്റമിൻ സി ഒക്കെ നഷ്ടമാകും. വിറ്റമിൻ സിയും വിറ്റമിൻ കെ ഒക്കെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ക്യാബേജിൽ അടങ്ങിയിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു തോരനാണ് ക്യാബേജ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.